ഒരു നദിയെ ദേവതയായി കണ്ട് ആരാധിക്കുക, അവർക്കു വേണ്ടി എന്നും പൂജ ചെയ്യുക, ആരതി ഒഴിഞ്ഞ് നമസ്കരിക്കുക. ലോകത്തിൽ മറ്റേതെങ്കിലും ഭാഗത്ത് ഇങ്ങനെയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെയുണ്ട്, ഭാരതത്തിൽ. ഭാരതഭൂമിയുടെ പുണ്യവാഹിനിയായ ഗംഗയുടെ തീരത്ത്. ഗംഗ ആരതി വീഡിയോകളിൽ കാണാത്തവരില്ലായിരിക്കും. പക്ഷേ അത് നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അത് നടപ്പാക്കി തന്നത് പ്രകൃതിയുടെ അനുഗ്രഹം. ആരതിക്ക് മുൻപുള്ള സമയം ഋഷികേശിൽ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് ചടങ്ങായിട്ട് മാത്രം, പേരിന് മാത്രമേ ഗംഗ ആരതി നടത്തത്തുള്ളൂ എന്ന് അവിടെ ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞു. കൂടുതൽ പ്രതീക്ഷിച്ചില്ല. എന്നാൽ മഴയും മഹാദേവനും നദിയും തുണച്ചു. സന്ധ്യാനേരത്ത് മഴ പൊയ്ക്കഴിഞ്ഞിരുന്നു. മഹാദേവന്റെ വെൺശില്പത്തിന് മുന്നിൽ ദീപങ്ങൾ ജ്വലിപ്പിച്ച് അവർ ഗംഗാമാതാവിന് ആരതി ഒഴിഞ്ഞു. കഴിയുന്നവരൊക്കെ നദിയിലും ദീപങ്ങൾ ഒഴുക്കി. എത്ര മനോഹരമായ കാഴ്ച! കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അത്രയ്ക്കും ആഗ്രഹിച്ച ഒരു കാഴ്ചയുടെ ആനന്ദമായിരുന്നു അത്. മനസ്സറിഞ്ഞ് പ്രണാമമർപ്പിച്ച് ആ ഗംഗാ ആരതിയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൻ്റെ നന്ദിയും ഈശ്വരനോട് അറിയിച്ചു. സ്നേഹത്തോടെ നന്ദി.